മെയ് 31 എന്ന് പറയുന്ന ഒരുപാട് പേരുടെ റിട്ടയർമെൻറ്റ് ദിവസമാണല്ലോ അല്ലേ. അപ്പം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു 2 ഡ്രൈവർമാരും പിന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ സാറ് ചീഫ് എഞ്ചിനീയർ അജിത് സാറ്, അങ്ങനെ അവരുടെ 3 പേരുടെയും പിന്നെ യാത്രയയപ്പും പിന്നെ ഞങ്ങളുടെ എല്ലാ വർഷവും നടത്തി വരുന്ന കഴിഞ്ഞ 2 വർഷം ഉണ്ടായിരുന്നു, ഇത് 3ാമത്തേതാണ് ഞങ്ങളുടെ കുടുംബ സംഗമം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ കുടുംബ സംഗമവും പിന്നെ യാത്രയയപ്പമുള്ള സ്നേഹാദരവ് 2024 എന്ന് പറയുന്ന ഒരു ചടങ്ങിലെ കാഴ്ചകളും അന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനദാനങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടായാലും കലാകായിക മത്സരങ്ങളിലും ഒക്കെ മികവ് പുലർത്തികൾക്കുള്ള സമ്മാനങ്ങളും ഞങ്ങൾ ഈ കുടുംബസംഗമത്തിലാണ് അവർക്കുള്ള സമ്മാനങ്ങളൊക്കെ നൽകുന്നത്. ഈ കുടുംബസംഗമത്തിൻ്റെ അന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു, ഞങ്ങൾ അവരെയും ആദരിച്ചു. പിന്നെ ഈ പെൻഷനാവുന്നവരെയും ഒക്കെ ആദരിക്കുന്ന ചടങ്ങാണ് അന്ന് നടന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നീളുന്ന പരിപാടികളാണ് ഞങ്ങൾക്ക് എല്ലാ വർഷവും ഉള്ളത്. എല്ലാവരും അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് 3ാമത്തേതാണ്. ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും ഇതുപോലെ ഇതിലും വിജയകരമായിട്ട് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ കൂട്ടായ്മയുടെ അംഗങ്ങളും ഈ ഹാളിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങാം. അനാമിക നമ്മുടെ കൂട്ടായ്മയുടെ അംഗമായ അനിൽകുമാറിന് അനാമിക ഒരു പാട്ട് പാടും. അനാമികയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പതുക്കെ സമയം നമ്മുടെ വിശിഷ്ടാതിഥികൾ എത്തിച്ചേരും. നമ്മുടെ ഈ സ്നേഹാദരവിൻ്റെ ചടങ്ങിലേക്ക് വിശിഷ്ടാതിഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഡ്രൈവർമാരുടെ കൂട്ടായ്മയുടെ 2024 സ്നേഹാദരവ് നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ അംഗങ്ങളും ആറിനകത്തേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഡ്രൈവർമാരുടെ മൂന്നാമത് കൂട്ടായ്മ സ്നേഹാദരവാണ് എന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ആശംസിക്കുന്നത് അയ്യപ്പനെ ക്ഷണിച്ചു. ഓരോ കുടുംബസംഗമം കഴിയുന്നവരും നമ്മുടെയൊക്കെ ഒത്തൊരുമയും സ്നേഹമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. അത് തന്നെയാണ് കുടുംബസംഗമായി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സംഗമത്തിൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് സ്വാഗതം നൽകുക എന്ന കർത്തവ്യത്തിലാണ് ഞാൻ കിടക്കുകയാണ്. അധ്യക്ഷത വഹിക്കുന്ന ചന്ദ്രമോഹൻ്റെ കുടുംബസംഘത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്തു. ഈ സമ്മേളനം ഉദ്ഘാടന പ്രസിഡന്റ് പ്രിയ കൃഷ്ണൻ സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ കുടുംബസംഘത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ മെമ്പർ അജിത് സാറാണ്. അദ്ദേഹത്തിൻ്റെ അജിത് സാർ ഇവിടെ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. സാറ് ഈ രീതിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ, നമ്മുടെ സീനിയേഴ്സ് ഡ്രൈവർമാർ 3 പേർ എത്തിയിട്ടുണ്ട്. ഏറ്റവും സീനിയർ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് നമ്മളിന്ന് വീട്ടിൽ ചെറിയൊരു ആദരവ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുന്നത്. അതേപോലെ അവരെ നമ്മൾ ഈ കുടുംബസംഘത്തിൻ്റെ പേരിൽ ഗോപകുമാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ സതീഷ് കുമാറാണ്. സതീഷിനെ ഈ കുടുംബസംഘത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ.
സാരഥിയുടെയും അവരുടെ ദൈവം എന്ന് പറയുന്നത് ശരിയല്ല, സാരഥിയാണ്. ഞങ്ങളുടെ എല്ലാം സാരഥിമാരുടെ, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ സാരഥിമാരുടെ വാഹനങ്ങളാണല്ലോ. നമ്മൾ ഉറങ്ങുന്ന വീടുകളിൽ ഉറങ്ങുന്നതിനേക്കാൾ വാഹനങ്ങളിലാണ്. ഞാനൊക്കെ 5 മാസമായി ഉണ്ടായിട്ട് എൻ്റെ മുഴുവൻ സമയവും വാഹനത്തിലാണ്. ഈ വാഹനത്തിൽ നമ്മളിരിക്കുമ്പോൾ നമുക്കെല്ലാം പറയും, കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉള്ളവരാണ് ഡ്രൈവർമാർ. അവരുണ്ടോ എന്ന് പല ആളുകളും തിരക്കാറില്ല. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ഞാൻ എൻ്റെ കാര്യം നോക്കി പെട്ടെന്ന് വന്നു കയറും. അവരുണ്ടായിരുന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമായിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ശ്രമിച്ച് നമ്മളെ എത്തിക്കുന്ന ആളുകളാണ് ഡ്രൈവർമാർ എന്ന് പറയുന്നത്. വളരെ ക്വാളിറ്റി ഉള്ളവരാണ് ഡ്രൈവർമാർ. ക്വാളിറ്റി ഉള്ളവരാകേണ്ടവരാണ് ഡ്രൈവർമാർ. ഒരു പദവിയിൽ, ആ പദവിയിൽ നല്ല ഒരു പദവിയിലേക്ക് ശോഭിക്കുവാൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ ഡ്രൈവർമാരാണ് എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതുകൊണ്ട് ഈ 2 പേരും ഗോപകുമാർക്കും സതീഷ് കുമാർക്കും അവരുടെ ദീർഘമായ സേവനത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അവർക്ക് എല്ലാവിധമായ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് കേവലം ഒരു ജി സുന്ദരേശൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. നമ്മുടെ കുടുംബസംഗമവും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട 2 പേർ സതീഷും ഗോപകുമാർ സർവീസിൽ നിന്ന് ഒരു ചടങ്ങ് ഉൾപ്പെടെ നിങ്ങളുടെ ഡ്രൈവർമാരുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചീഫ് എഞ്ചിനീയറും നിങ്ങൾക്ക് ഈ 2% നൽകുന്നതിന് വളരെയധികം നിയമസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങളെ വളരെയധികം സഹായിച്ച ആദരണീയനായ ബഹുമാനപ്പെട്ട ചീഫ് എഞ്ചിനീയർ അജിത് സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ ഔപചാരികമായ അധ്യക്ഷപദം അലങ്കരിച്ച ശ്രീ ചന്ദ്രമോഹൻ അവർ, നമ്മുടെ ആദരണീയനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സാർ, ആദരണീയനായ മെമ്പർ സുന്ദരേശൻ സാർ, പ്രിയപ്പെട്ട ഗോപൻ, നമ്മുടെ കൂട്ടത്തിൽ ഈ മാസം പിരിഞ്ഞു പോകുന്ന, ഞാൻ ഉൾപ്പെടെയുള്ള പിരിഞ്ഞു പോകുന്ന സതീഷ്, ഗോപൻ, പ്രിയപ്പെട്ട അയ്യപ്പൻ, സദസ്സിലെ സർവീസിൽ നിന്ന് നേരത്തെ പിരിഞ്ഞ വിക്രമൻ നായരടക്കം, മോഹൻ അടക്കം, അനിലടക്കം, രവി അടക്കമുള്ള ആളുകൾ സന്തോഷമുണ്ട്. കാരണം കുടുംബസംഗമങ്ങൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഒരു കൂടിയാൽ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. അപ്പം കുടുംബസംഗമങ്ങൾ പങ്കെടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മുടെ സർവീസിൽ സഹപ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ അഭിനന്ദനായ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ സഹപ്രവർത്തകർ എന്ന നിലയിൽ സഹകരിച്ചു പോകുന്നത് വാഹനം കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടക്കുന്ന കാര്യം. ഇപ്പോൾ ഡ്രൈവർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴും മറ്റേ സാരഥി എന്നാണ് പ്രസിഡന്റ് തിരുത്തിയത്. കറക്റ്റാണ്, 100% ശരിയാണ്. അദ്ദേഹം സൂചിപ്പിച്ചു, അവരുടെ പുറയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ജീവൻ സൂക്ഷിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി തിരിച്ച് ഔദ്യോഗിക നിർവഹണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കുന്ന വലിയ ഒരു ദൗത്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഉള്ള ഓഫീസ് സംവിധാനത്തിൽ മറ്റാരേക്കാളേറെ ഭരണാധികാരികളായാലും ശരി, ഉദ്യോഗസ്ഥരായാലും ശരി, അവരെ കൊണ്ട് നടക്കുന്നവരോട് കടപ്പെട്ടിരിക്കണം. അതറിയാതെ തന്നെ ഒരു സ്നേഹം, ഒരടുപ്പം, അത് കുടുംബമായി ഉണ്ടാവും. എനിക്ക് ഒരുപാട് അനുഭവം അക്കാര്യത്തിൽ ഉള്ള ഒരാളാണ്. ഒരു 14 വർഷമായിട്ട്
സർവീസിൽ വന്ന കാലത്ത് എൻ്റെ മേലുദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടന്നുകൊണ്ടിരുന്ന ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരു ഭാസ്കരൻ, എനിക്കൊന്ന് കഴിഞ്ഞ വർഷവും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പലപ്പോഴും ഒരു മാസമായിട്ട് ആളുകളെ വിളിക്കണം, ക്ഷണിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എൻ്റെ അനുജന്മാരായിട്ട് നിന്ന പ്രിയപ്പെട്ട ഉണ്ണിയും ഓറ്റിയും എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാറേ ഇന്ന ആളെ വിട്ടുപോയി, ഇന്ന ആളെ വിളിക്കണം, ഇന്ന ആളവിടെ കസേര കിട്ടാതെ നിൽക്കണം, ഇന്ന ആൾ ഊണ് കിട്ടിയില്ല, ഇതൊക്കെ വന്ന് പറയുകയും അവരുടെ മക്കളുടെ കാര്യം എങ്ങനെ ചെയ്യുന്നു അതിനേക്കാൾ താല്പര്യത്തോടെ ആത്മാർത്ഥത്തോടെ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു സംവിധാനത്തിൽ മാത്രമേ കിട്ടൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബം അവരുമായി കടന്നിരിക്കുന്നു. അവരുടെ കുടുംബവും തീർച്ചയായിട്ടും അവരുടെ കുടുംബവുമായി നമുക്ക് നല്ല ബന്ധമാണ്. അവരുടെ കുടുംബവും പരസ്പരം ഇഴുകി നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഔദ്യോഗിക തലത്തിലുള്ള വ്യക്തികൾ തമ്മിലുള്ള അടുപ്പത്തെക്കാളേറെ ഇതിന് പ്രാധാന്യം വരുന്നത്. സാരഥി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. മഹാഭാരത യുദ്ധത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൽ പാണ്ഡവരുടെ സമസ്ത സൈന്യത്തെയും കൗരവരാവശ്യപ്പെട്ടപ്പോൾ ധർമ്മപുത്രർ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ഭഗവാൻ പാർത്ഥൻ്റെ സാരഥിയാകണം. പാർത്ഥൻ്റെ സാരഥിയായാൽ ആ തേര് തെളിക്കുന്ന പാർത്ഥന് വിജയം സുനിശ്ചിതമാണ്. അപ്പം തേര് തെളിക്കുന്നത് ആര് എന്നുള്ളതാണ് ആ വിജയത്തിൻ്റെ ബേസ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം. അത് തന്നെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഒരു സംഭവം കൂടി ഉണ്ടായി. യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് ഭഗവാൻ തെളിച്ച തേര് ഒരു ചെളിയിലാണ്. എതിർഭാഗത്ത് ഭീഷ്മപിതാമഹന് അദ്ദേഹം നിർബാധം ബാണമെയ്തു. ഭഗവാൻ എഴുന്നേറ്റ് പറഞ്ഞു, യുദ്ധം ചെയ്യരുത്, കാരണം ഞങ്ങൾ യുദ്ധം ചെയ്യാനായി വന്ന തേര് ഇവിടെ ചെളിയിൽ ആണ്ടുപോയി, തേര് വീണ്ടെടുക്കുന്നവരെ യുദ്ധം നിർത്തിവെക്കണം എന്ന് പറഞ്ഞു. ഭീഷ്മപിതാമഹൻ കേട്ടില്ല, ചെവിക്കൊണ്ടില്ല. അദ്ദേഹം വീണ്ടും അസ്ത്രം ചെയ്തു തുടങ്ങി. ഭഗവാൻ തൻ്റെ കയ്യിലിരുന്ന ചമ്മട്ടിയുമായി വെളിയിലിറങ്ങി ചമ്മട്ടി ചൂണ്ടി ഭീഷ്മരോട് പറഞ്ഞു, യുദ്ധം ചെയ്യാൻ പാടില്ല. ഭീഷ്മർ യുദ്ധം അവസാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഒരു കാര്യം ചെയ്തതിൽ വീഴ്ച പറ്റി. അങ്ങ് പറഞ്ഞു ഈ യുദ്ധത്തിൽ അങ്ങ് ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞു. ചമ്മട്ടിയാകുന്ന ആയുധം ചൂണ്ടി എന്നോട് യുദ്ധം നിർത്താൻ ആജ്ഞാപിച്ചതോടുകൂടി ഞാൻ യുദ്ധം നിർത്തി. ഭഗവാൻ ശിരസ് പിടിച്ച് പറഞ്ഞു, ശരിയാണ്, ചമ്മട്ടി ആയുധമാണ് എന്നുള്ളത് കുതിരയടിക്കാനുള്ള ചെറിയ ചാട്ടയാണെങ്കിൽ അത് ആയുധമാണ്. അതുകൊണ്ട് ഞാൻ പ്രതികൂലമായി എന്ത് ചെയ്യണം? ഭഗവാൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ തൃപ്പാദം പുലുകാൻ ഉള്ള അവസരമുണ്ടാകണം. എനിക്കിനി ജന്മങ്ങളുണ്ടാകരുത്. ഞാൻ ഇതിൽ അങ്ങയിൽ അലിഞ്ഞു തീരാനുള്ള ഒരു ഭാഗ്യത്തിൽ പോലും പാർത്ഥസാരഥി എന്ന് പറയുന്നത്, പാർത്ഥൻ്റെ സാരഥി എന്ന് പറയുന്ന ഭഗവാനെ പോലും സാരഥി എന്ന പേര് അന്വർത്ഥമാക്കുന്ന ഒരു സംഭവം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിരിഞ്ഞു പോകുന്ന രണ്ടുപേരെ കുറിച്ച് എനിക്കറിയാം. അവർ നേരത്തെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരെപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഗോപനായാലും വീശായാലും വളരെ ആത്മാർത്ഥമായി നിൽക്കും. അവരുടെ കർമ്മം കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഗോപകുമാർ വന്നിട്ട് ഏതാണ്ട് 1998 പഞ്ചവാദ്യ ലാവണത്തിൽ നിന്നാണ് സർവീസിൽ പ്രവേശിക്കുകയും 2000 വാൻസറായി 2017 ഡ്രൈവിംഗ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് ഡ്രൈവറായി ശബരിമല എക്സിക്യൂട്ടീവ്സിൽ ജോലി ചെയ്യുകയാണ്. 37 വർഷത്തെ സുസ്ഥിരമായ സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഈ തസ്തികയിൽ നിന്ന് പിരിയുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം അഭിവൃദ്ധിയുള്ളതും ആരോഗ്യദായകവും സന്തോഷപ്രദമായിട്ടെന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. കൂടാതെ സതീഷ് കുമാർ ഭൂരിപക്ഷം സർവീസും ഈ ഹെഡ് ഓഫീസിലാണ്. നമ്മുടെ വാച്ചറായിട്ട് 1/2/93 സർവീസിൽ പ്രവേശിച്ച് 99 ഡ്രൈവറായി, ഇപ്പോൾ സീനിയർ ഗ്രേഡ് ഡ്രൈവറായി 31 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ മാസം 31-ാം തീയതി അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷജീവിതവും സന്തോഷപരവും ആരോഗ്യപരമായിട്ടെന്ന് സ്വാമി അയ്യപ്പനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അവരുടെ അടിസ്ഥാനമായ ചില കാര്യങ്ങൾ ഈ സുന്ദരേശൻ സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പെൻഷൻ ആയി പോയ മോഹനകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സീനിയർ ഡ്രൈവറും
സീനിയർ ഡ്രൈവറായി പെൻഷൻ പറ്റിയ ബസ്സിൽ ഡ്രൈവറായി പെൻഷൻ പറ്റിയ വെള്ളനാട് അനിയണ്ണനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏക അംഗീകൃത സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശ്രീ ഗോകുമാർ സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പെൻഷനായി തിരിഞ്ഞ നമ്മുടെ സഹപ്രവർത്തകൻ വിക്രമൻ ചേട്ടനെ ക്ഷണിച്ചുള്ളൂ. പെൻഷനായി തിരിയുന്ന നമ്മുടെ സതീഷിനെ ആദരിക്കുന്നതിന് വേണ്ടി രവികുമാറിനെ ക്ഷണിക്കുന്നു. പെൻഷനാവുന്ന നമ്മുടെ ഗോകുമാറിനെ ആദരിക്കുന്നതിന് വേണ്ടി വിജോത് കുമാറിനെ ക്ഷണിക്കുന്നു. പ്രവർത്തകനായ കെ സതീഷ് 1993 വാച്ചറായി സർവീസിൽ കയറി പ്രവേശിക്കുകയും 1999 ഡ്രൈവറായി ഇപ്പോൾ സീനിയർ ഗ്രേഡ് ഡ്രൈവറായി 31 വർഷം പൂർത്തിയാക്കുന്ന ഈ 31-ാം തീയതി പെൻഷനാവുന്ന നമ്മുടെ സഹപ്രവർത്തകൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്കുകൂടി. കാരണം ആരോടും ഒരു കാര്യത്തിലും ഞാനൊക്കെ പലപ്പോഴും അതോടൊപ്പം പലകളും സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രസിഡന്റ് GS പ്രശാന്ത് സാറിനെ ക്ഷണിക്കുന്നു. അടുത്തത് ഗോകുമാറാണ്. നമ്മുടെ സഹപ്രവർത്തനായ ഗോകുമാർ 1998 പഞ്ചവാദ്യ പ്രവേശിക്കുകയും 2000 വാച്ചറാവുകയും 2017 ഡ്രൈവറായി ജോയിൻ ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് ഡ്രൈവറായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെ ഡ്രൈവറായി ഈ 37 വർഷത്തെ സർവീസ് ഏറ്റവും കൂടുതൽ സർവീസ് പൂർത്തിയാക്കി പെൻഷനാകുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അതായത് ഒരു ബഹുമാനം പുള്ളിയോട് നമുക്കൊക്കെ ഉണ്ട്. കാരണം അതിനൊരു നിർവചനം എന്തിനും നമുക്കൊരു സഹായിയാണ്. കാരണം മറ്റ് അഹങ്കാരങ്ങളൊന്നുമില്ല. നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും, എങ്കിലും പുള്ളി എല്ലാം അവസരോചിതമായി നമുക്ക് പറഞ്ഞു തരികയും അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഗോകുമാറിനെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദരണീയ മെമ്പർ G. സുന്ദരേശൻ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസറായ അജിത് സാറിനെ കുറിച്ച് ഞാൻ നല്ല പറയും. പക്ഷേ ഒരു കാര്യം വിട്ടുപോയി. ഗോവനോടും സതീഷിനോടും ഒപ്പം ഈ 30-ാം തീയതി വിരമിക്കുകയാണ്. സാറിനും സത്യം പറഞ്ഞാൽ സാറ് ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ. കാരണം ഞങ്ങൾ ഈ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ മരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. എന്നും മരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ എല്ലാവരും സഹായിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് നിയമസഹായം, അത് പറയണമെങ്കിൽ ഒരുപാട് ഉറക്കൊഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സാറ് നമുക്ക് വേണ്ടി സഹായിച്ചു തന്നിട്ടുണ്ട്. ആ സാറ് 31-ാം തീയതി പെൻഷനാണ്. അദ്ദേഹത്തിന് ഡ്രൈവർമാരുടെ കൂട്ടായ്മയുടെ സ്നേഹാദരവ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രസിഡന്റ് GS പ്രശാന്ത് സാറിനെ ക്ഷണിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് പലതും പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞതാണ്. കാരണം ഇത് നമുക്ക് എക്സലൻസി അവാർഡിന് അർഹമായ കാര്യം ഞങ്ങൾ വന്ന വഴിക്കാണ് അറിയുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും അനുമോദനം തിരുവേനിക്ക് ഞങ്ങൾ സർവീസ് കൂട്ടായ്മയുടെ അനുമോദനം അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന്
ഞങ്ങൾ അറിയാതെ വെച്ചിരുന്ന സംഭവമാണ് കേട്ടോ, ഞങ്ങൾ അറിഞ്ഞതുമാണ്. പരിശോധിച്ച് അതിൻ്റെ ഓർഡേഴ്സ് അനുവദിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ചയിലേക്ക് ഓർഡർ ഇറങ്ങും. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ മാസം തൊട്ട് ചക്രവാലം ടൂവിലും അതുപോലെ തന്നെ ഹിൽ ടോപ്പിൽ വരുന്ന 1800ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട്. സന്തോഷമുണ്ട്. അധികം സംസാരിക്കുന്നില്ല. ഈ കുടുംബയോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെയും ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളെയും മുഴുവൻ പേരെയും നമ്മുടെ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്കും സർപ്രൈസായിട്ടൊരു ആദരവ് കിട്ടി കേട്ടോ. എന്തിനാണെന്നോ, റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറത്തിൻ്റെ ഒരു മോഡൽ ഡ്രൈവേഴ്സ് എക്സലൻസി അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹാദരവ് ഞങ്ങൾക്കും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം ബെസ്റ്റ് ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നു. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് യാതൊരുവിധ അപകടങ്ങളോ പിന്നെ യാതൊരു വിധത്തിലുള്ള ഫൈനുകളോ ഒന്നും വരുത്താത്ത ഡ്രൈവർമാരായിരിക്കണം എന്നൊക്കെ അതിൽ കുറേ റൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പാലിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം വെച്ചാണ് ആപ്ലിക്കേഷൻ അയച്ചത്. എന്നിട്ട് അവർ തിരിച്ച് നമ്മുടെ ഓഫീസിലോട്ട് നമ്മൾ അയച്ച കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നൊക്കെ തിരക്കി. അങ്ങനെയൊക്കെയാണ് ആ ബെസ്റ്റ് ഡ്രൈവറെ അവർ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സലൻസി അവാർഡ് കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആദരവ് ഞങ്ങൾക്ക് ഈ കൂട്ടായ്മയുടെ കുടുംബസംഗമ വേദിയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ആദരവ് കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിലൊക്കെ ഇട്ടു കേട്ടോ, സ്റ്റാറ്റസായിട്ട്. അപ്പോഴാൾക്കാർ വിചാരിച്ചു പെൻഷനായതാണെന്ന്. അങ്ങനെ ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്തു. പെൻഷനായതിൻ്റെ അല്ല കേട്ടോ, ഈ മോഡൽ ഡ്രൈവേഴ്സ് എക്സലൻസി അവാർഡ് കിട്ടിയതിൻ്റേതായിരുന്നു ആ സ്നേഹാദരവ്. നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്താലും നമ്മുടെ ഒരു കൂട്ടായ്മയും അതിൽ നിന്ന് നമ്മളോടൊപ്പമുള്ളവരുടെ ആ ഒരു എന്താ പറയുന്ന അംഗീകാരമൊക്കെ കിട്ടുന്നത് നമുക്കൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണല്ലേ. ഞങ്ങൾക്ക് ശരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് ശരിക്കും സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. കാര്യം നമ്മൾ അറിയുന്നില്ല നമ്മളെ ഇങ്ങനെയൊക്കെ ഇവിടെ ആദരവ് ഉണ്ടെന്നും നമ്മളെങ്ങനെ പറയുമെന്നും ഒന്നും ഒരു പ്രതീക്ഷയില്ലാത്ത ഒരവസരത്തിലാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത്രയും നല്ല ഒരു കൂട്ടായ്മയുടെ ഇത്രയും നല്ല ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി. ഇനിയും വരുന്ന വർഷങ്ങളിലും ഇതുപോലെ ഞങ്ങൾക്ക് കുടുംബങ്ങൾക്കെല്ലാം കൂടി ഒന്നിക്കാനുള്ള അവസരം ഇവരുടെ ആ ഒരു യോജിപ്പ് കൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ല വിജയകരമായിട്ട് ഈ ഒരു പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അടുത്ത വർഷവും ഞങ്ങൾക്കിതുപോലെ കൂടാനുള്ള ഒരവസരം കിട്ടട്ടെ, അങ്ങനെ നടത്താനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സ്വാമി അയ്യപ്പന് ഇവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പെൻഷനായ എല്ലാവർക്കും അവരുടെ പിന്നെ തുടർന്നുള്ള ജീവിതം നല്ലതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഞങ്ങൾ കാണുന്നത് വർഷത്തിൽ ഈ ഒരു ദിവസമല്ലേ. എന്നാലും ഒരുപാട് നാൾ പരിചയമുള്ളവരെ പോലെ എല്ലാവരും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു.